മഹാരാഷ്ട്രയിലെ വിരാറിൽ 5 കോടി രൂപയുമായി BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡെയെ പിടികൂടി ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകർ. പണം നൽകാനുള്ളവരുടെ പേരടങ്ങുന്ന ഡയറി കണ്ടെത്തി എന്നാണ് ആരോപണം. വിരാറിലെ ഹോട്ടലിൽ നാടകീയ രംഗങ്ങളാണ് ഉണ്ടായത്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് ഇപ്പോൾ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇക്കാര്യത്തിൽ പോലീസോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഔദ്യോഗികമായി വിവരങ്ങൾ നൽകുന്നുണ്ടോ? ശ്രീനാഥ്. ഉന്മേഷ്, സംസ്ഥാനത്ത് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ BJPയെ അമ്പേ പ്രതിരോധത്തിലാക്കുന്ന വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് വീരാറിൽ നടന്നത്. വീരാർ ഈസ്റ്റിൽ ഇന്ന് ഉച്ചയോടെയാണ് വിവാന്ത എന്ന ഹോട്ടലിൽ ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. അവിടെ BJP ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ വിനോദ് താവഡെ എത്തിയ വിവരം ലഭിക്കുന്നു. പിന്നാലെ VBA പ്രവർത്തകർ, ബഹുജൻ വികാസ് അഘാഡി എന്ന പ്രാദേശിക പാർട്ടി പ്രവർത്തകർ അവിടേക്ക് ഇരച്ചെത്തുന്നു. വിനോദ് താവഡെയുടെ പക്കൽ നിന്നൊരു ബാഗിൽ നിന്ന് പണം ഒക്കെ പുറത്തെടുക്കുന്നു. ആ പണമൊക്കെ നോട്ട് കെട്ടുകളായി അതിങ്ങനെ ഉയർത്തി കാണിക്കുന്നു. ഒപ്പം ഈ VBയുടെ 2 പ്രധാനപ്പെട്ട നേതാക്കളും അവിടെ എത്തിയിരുന്നു. അവരും ഈ വിനോദ് താവഡെയുടെ പക്കൽ നിന്ന് കിട്ടിയതെന്ന പേരിൽ 2 ഡയറികൾ, അതിൽ BJPയുടെ ലോഗോ അടക്കമുള്ള 2 ഡയറികൾ ഉയർത്തി കാണിക്കുന്നു. അതിൻ്റെ പേജിൽ പലർക്കും നൽകാനുള്ള പണത്തെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ടെന്നും അതും ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ, ക്യാമറകൾക്ക് മുന്നിലേക്ക് കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP വലിയ തോതിൽ പണമൊഴുക്കുകയാണെന്നും വീരാറിൽ ഇന്നേ ദിവസം 5 കോടി രൂപ നൽകാൻ വേണ്ടി വിവിധ ആളുകൾക്ക് കൈമാറാൻ വേണ്ടി എത്തിച്ചിട്ടുണ്ട് എന്ന ആരോപണവും അവർ ഉന്നയിക്കുന്നു. മാത്രമല്ല 15 കോടി രൂപ നൽകാനുള്ളവരുടെ കണക്കാണ് ഈ ഡയറിയിൽ ഉള്ളത് എന്നും അവർ പറയുന്നു. പിന്നാലെ വിനോദ് താവഡെയെ നടുവിലിരുത്തി ഇരുവശത്തും ഈ നേതാക്കളിരുന്ന ഒരു വാർത്താ സമ്മേളനം പോലും നടത്തുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും വിനോദ് താവഡെ പറയുന്നത് താൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണയുടെ മേൽ സംഭവിക്കുന്നതാണ്, ശരിയായ അന്വേഷണം നടന്നാൽ സത്യം പുറത്തു വരും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പിന്നീട് പോലീസ് അദ്ദേഹത്തെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ഏതായാലും ഉടനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും അവിടേക്ക് എത്തുകയും ഈ പണം കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ വിനോദ് താവഡെയുടെ വാഹനങ്ങളും മുറിയും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇതിനോടകം പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായി കിട്ടിയിട്ടുണ്ടോ എന്ന വിവരം ലഭ്യമല്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക എന്നത് അറിയേണ്ടതുണ്ട്. ഇതുവരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും കേസ് എടുത്തതായോ ഒന്നും തന്നെ വ്യക്തമല്ല. പക്ഷേ പാൽഘർ ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് ചട്ടവുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളിൽ ചില വീഴ്ചകൾ വിനോദ് താവഡെക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ മണ്ഡലത്തിൽ പ്രവേശിക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ അത് ചെയ്തത് വഴി അദ്ദേഹത്തിനെതിരെ ആ തരത്തിലുള്ള നിയമ നടപടികൾ ഉണ്ടാകും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും പ്രതിപക്ഷം വലിയ തോതിൽ BJPയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. ഇതിനോടകം തന്നെ സഞ്ജയ് റാവത്ത്, ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ്, അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ട ജോലികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നില്ല, പകരം മറ്റു പലരും അത് ചെയ്യേണ്ടി വരുന്നു, അതാണ് ഈ വീരാറിൽ കണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. BJP പലയിടത്തും സർക്കാരുകളെയും മറ്റും അട്ടിമറിക്കുന്നത് ഇത്തരത്തിൽ നോട്ടുകൾ എത്തിച്ചാണ് എന്നതായിരുന്നു ഉദ്ധവ് താക്കറെയുടെ ഒരു വിമർശനം. അദ്ദേഹം BJPയുടെ നോട്ട് ജിഹാദാണ് കണ്ടത് എന്ന് പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.